നിങ്ങളുടെ ജീവിതം പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ പിടിച്ചു നിർത്തുന്നു. നിങ്ങൾ ശ്രമിക്കാനിരിക്കുമ്പോൾ എന്തോ ഒന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ഒരു ശബ്ദം ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുമ്പോൾ ഒരു ചിന്ത നിങ്ങളെ നിർത്തുന്നു. ആ ശക്തി മറ്റാരുമല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ്. ഭയം ഒരിക്കലും വന്ന് നേരിട്ട് നിങ്ങളെ അടിക്കില്ല. അത് പതുക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം തിന്നു തീർക്കും. ഒരു ദിവസം നിങ്ങൾ സ്വപ്നം കാണുന്നത് നിർത്തും. അടുത്ത ദിവസം നിങ്ങൾ ശ്രമം നിർത്തും. അവസാനം നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ഒരു ഭാരമായി തോന്നും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ 6 ഭയങ്ങളെക്കുറിച്ചാണ്. ജീവിതം നശിപ്പിക്കുന്ന 6 ഭയങ്ങൾ. ഇവയെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഭാവി തന്നെ അപകടത്തിലാണ്. പക്ഷേ നിങ്ങൾ അവയെ ജയിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറും. ആദ്യത്തെ ഭയം, മറ്റുള്ളവരെന്തു വിചാരിക്കും. ഇതാണ് ഏറ്റവും വലിയ തടവര. നിങ്ങൾ ഡ്രസ്സ് ഇടുമ്പോൾ പോലും ചിന്തിക്കുന്നു. നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ചിന്തിക്കുന്നു. നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോൾ പോലും ചിന്തിക്കുന്നു. ആരും എന്തെങ്കിലും പറഞ്ഞാൽ, ആരും ചിരിക്കുമോ, ആരും ജഡ്ജ് ചെയ്യുമോ? ലോകം ബിസിയാണ് അവരുടെ ജീവിതം നോക്കാൻ. നിങ്ങളെക്കുറിച്ച് അവർ 2 മിനിറ്റിൽ കൂടുതലായി ചിന്തിക്കില്ല. പക്ഷേ നിങ്ങൾ ആ 2 മിനിറ്റ് വിമർശനത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം ത്യജിക്കുന്നു. ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ചോദ്യം ചോദിക്കാൻ പേടിച്ചു. അവനെ ആരെങ്കിലും ഇവൻ അറിയില്ല എന്ന് പറയുമോ എന്ന ഭയം. അവൻ ചോദിച്ചില്ല. അവൻ പിന്നിൽ പോയി. അവനെ ചിരിച്ചതാർക്കും ഓർമ്മയില്ല. പക്ഷെ അവൻ നഷ്ടപ്പെട്ട അവസരം അവൻ മറക്കില്ല. ഇത് തന്നെയാണ് ഭയത്തിൻ്റെ കളി. ശബ്ദം മാത്രം. നിന്റെ സ്വപ്നം അതിനേക്കാൾ വലുതാകണം. രണ്ടാമത്തെ ഭയം, ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ? ഒറ്റപ്പെടൽ പലർക്കും ശാപം പോലെ തോന്നുന്നു. പക്ഷെ ഒറ്റപ്പെടൽ വളർച്ചയുടെ സീസണാണ്. ക്രൗഡില്ലാതെ തളരുന്നുവെങ്കിൽ നീ നിന്നെ അറിയുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിനക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നുവെങ്കിൽ നീ നിന്നെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല. പല വിജയികളുടെയും ജീവിതത്തിൽ ഒരു വലിയ ഒറ്റപ്പെടൽ ഘട്ടമുണ്ട്. APJ അബ്ദുൽ കലാം തൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട സമയങ്ങൾ കണ്ടിട്ടുണ്ട്. പരാജയങ്ങളും വിമർശനങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നിർത്തിയില്ല. ഒറ്റപ്പെടൽ അദ്ദേഹത്തെ പകർത്തില്ല. അത് അദ്ദേഹത്തെ മിനുക്കി. ഒറ്റപ്പെടൽ പണിഷ്മെൻ്റ് അല്ല, അത് പ്രിപ്പറേഷനാണ്. മൂന്നാമത്തെ ഭയം, ഞാൻ പരാജയപ്പെടുമോ? പരാജയം പേടിക്കുന്നവന് വിജയത്തെ കാണാൻ കഴിയില്ല. നിങ്ങൾ ഫെയിലായാൽ എന്ത്? നിങ്ങൾക്കൊരു ലെസൺ കിട്ടും. ഫെയിലായിട്ടില്ലാത്തവന് എക്സ്പീരിയൻസ് ഇല്ല. പരാജയം ഒരു എൻഡല്ല, അത് കറക്ഷനാണ്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ എത്ര തവണ വീഴും, പക്ഷെ അവൻ വീണ്ടും എഴുന്നേൽക്കും. അവൻ വീഴുന്നതിനെ പേടിച്ചിരുന്നെങ്കിൽ ഇന്നുവരെ അവൻ ക്രോൾ ചെയ്തേനെ. ജീവിതവും അതുപോലെയാണ്. വീഴാം, പക്ഷേ നിർത്തരുത്. നാലാമത്തെ ഭയം, മാരാ രോഗങ്ങൾ വരുമോ? ആരോഗ്യം ശ്രദ്ധിക്കുക, പക്ഷെ ഭയത്തോടെ ജീവിക്കരുത്. സ്ട്രെസ്സ് തന്നെയാണ് വലിയ രോഗങ്ങളുടെ വാതിൽ. ഭയം ശരീരത്തെയും മനസ്സിനെയും തളർത്തും. ശ്രദ്ധയും ശാന്തതയുമാണ് മരുന്ന്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആരും അറിയില്ല. പക്ഷേ ഇന്ന് നാം എങ്ങനെ ജീവിക്കുന്നു എന്നത് നമുക്ക് തീരുമാനിക്കാം. അഞ്ചാമത്തെ ഭയം, എന്നെ ആളുകൾക്ക് ഇഷ്ടമില്ലേ? എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാവില്ല. അത് നോർമലാണ്. സൂര്യനെ പോലും ചിലർ ഇഷ്ടപ്പെടില്ല. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നഷ്ടപ്പെടുത്തും. നിങ്ങളെ മനസ്സിലാക്കുന്ന കുറച്ചാളുകൾ മതി. ക്വാണ്ടിറ്റിയല്ല, ക്വാളിറ്റിയാണ് വേണ്ടത്. ആറാമത്തെ ഭയം, എല്ലാവരും എന്നെ ജഡ്ജ് ചെയ്യുന്നു. അതെ, ചിലർ ചെയ്യും. പക്ഷെ അവർ നിങ്ങളുടെ ജീവിതം ജീവിക്കുന്നില്ല. അവർ നിങ്ങളുടെ സ്വപ്നം ക്യാരി ചെയ്യുന്നില്ല. അവർ നിങ്ങളുടെ സ്ട്രഗിൾ അനുഭവിക്കുന്നില്ല. അവർക്ക് അഭിപ്രായം പറയാം, പക്ഷെ നിങ്ങൾക്ക് ജീവിതം നയിക്കണം. ഇപ്പോൾ ഒരു സത്യം കേൾക്കൂ. ഭയം ഒരു ശബ്ദം മാത്രം. നിങ്ങളത് വിശ്വസിക്കുമ്പോൾ മാത്രം അത് ശക്തമാകും. നിങ്ങൾ ഒരു പടി മുന്നോട്ട് വെച്ചാൽ ഭയം ഒരു പടി പിന്നോട്ട് പോകും. നിങ്ങൾ രണ്ടാമത്തെ പടി വെച്ചാൽ അത് ഓടിപ്പോകും. ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കണം. എൻ്റെ ഭാവി എൻ്റെ ഭയത്തേക്കാൾ വലുതാണെന്ന്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ നിബന്ധനയിൽ. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് വേണ്ടിയാണ്. ലോകം ക്ലാപ്പ് ചെയ്യാത്താലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അഭിമാനം തോന്നണം. ഇനിയൊരു ചോദ്യം, നിങ്ങൾ ഭയത്തിന് കീഴടങ്ങുമോ അല്ലെങ്കിൽ ഭയത്തെ കീഴടക്കുമോ? ജീവിതം ഒരിക്കലും ഭീരുക്കൾക്ക് വഴങ്ങില്ല. പക്ഷേ ധൈര്യശാലികൾക്ക് അത് വഴങ്ങും. ഇനി പിന്നോട്ടില്ല, ഇനി മടിയില്ല, ഇനി ഭയമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ തുടങ്ങൂ. ഇപ്പോൾ തന്നെ തുടങ്ങൂ. ഇതാണ് നിങ്ങളുടെ സമയം. നിങ്ങളിപ്പോൾ ഈ സ്പീച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഏതോ ഒരു ഭയം ഉറങ്ങിക്കിടക്കുന്നു. അത് നിങ്ങളെ പിടിച്ചു നിർത്തുന്നു. പക്ഷെ ഓർക്കുക, ഭയം ഒരു സത്യമല്ല. അതൊരു സംശയത്തിന്റെ ശബ്ദം മാത്രം.
നിങ്ങൾ അതിനെ വിശ്വസിക്കുമ്പോൾ മാത്രം അത് ശക്തമാകും. നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കൂ, എന്റെ ഭാവി എന്റെ ഭയത്തേക്കാൾ വലുതാണ് എന്ന്. നിങ്ങൾ ഒരിക്കൽ ധൈര്യമായി ഒരു പടിയെടുത്താൽ ഭയം പിന്നോട്ടു പോകും. ജീവിതം ഒരിക്കലും ഭീരുക്കൾക്ക് വഴങ്ങില്ല, പക്ഷേ ധൈര്യശാലികൾക്ക് അത് വഴങ്ങും. ഇനി ചോദ്യമൊന്നുമില്ല, ഒരു തീരുമാനം മാത്രം. നീ ഭയത്തിന് കീഴടങ്ങുമോ, അല്ലെങ്കിൽ ഭയത്തെ കീഴടക്കുമോ? നിന്റെ ജീവിതം കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ ആരംഭിക്കൂ.